അപ്പം ഇതിപ്പോൾ രാവിലെ സൺഡേ രാവിലെയാണ്. ഇന്ന് അങ്കിത്തിൻ്റെ അബിയുടെയും പിറന്നാളാണ്. അപ്പം നമ്മൾ വിചാരിച്ചെന്ന് ചെറുതായിട്ടൊരു പരിപ്പും പപ്പടവും ഒക്കെ വെച്ച് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ച് അബി ഇതോടെ എണീറ്റ് വന്നിട്ടുണ്ട്. ഇപ്പം സമയം 9 മണി കഴിഞ്ഞ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വേവിച്ച് വെച്ചു. പിന്നെ ഇഞ്ചിക്കറിക്ക് കുറച്ച് ഇഞ്ചിക്കറി വെച്ചു. പിന്നെ അവിയലിന് കുറച്ച് അവിയലിന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാറിൻ്റെ അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വെക്കണം, പായസം വെക്കണം, എല്ലാം വെക്കണം. എന്നിട്ട് ഇലക്കകത്ത് സദ്യ കൊണ്ടണം. അപ്പോൾ ഇനി കുളിക്കുകയൊക്കെ വേണം. കുളിച്ച് വിളക്ക് കത്തിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ല. ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പുട്ടുപൊടി ഇന്നലെ മലയാളിക്കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട്, ചെന്നൈ മാളിൽ നിന്ന് ഒരു പുട്ടുപൊടി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പുട്ടാവുമ്പോൾ പെട്ടെന്നാവുമല്ലോ, ചിരട്ടപ്പുട്ട്. മട്ടരിയുടെ ഒരു പുട്ടുപൊടി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത് വെച്ച് നമുക്ക് പുട്ടും ഉണ്ടാക്കി പഴം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ പഴം കൂട്ടി കഴിക്കാം. അങ്ങനെ പിറന്നാൾ ദിവസം രാവിലെ രണ്ടുപേരും കുളിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് രണ്ടുപേരും കൂടെ ചേർന്ന് വിളക്കൊക്കെ കത്തിക്കുകയാണ്. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരിക്കുകയാണ്. ഇനി അപ്പം ഇങ്ങോട്ട് വാങ്ങിയിട്ട് പോവാ. രണ്ടുപേരും വാ ഇങ്ങോട്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഇതാണ് അങ്കിത്തിൻ്റെ അബിയുടെ പുതിയ ഡ്രസ്സ്. അബി ഒന്ന് എണീറ്റിരുന്നേ. ന്യൂ ഡ്രസ്. അഭിജിത്ത് അങ്കിത്തിൻ്റെ പിറന്നാളിൻ്റെ ഉടുപ്പ് നിൽക്കുക വീട്ടിൽ. രണ്ടുപേരുടെയും ഡ്രസ്സാണ്ട. സമയം ഇപ്പോൾ 10:30 കഴിഞ്ഞ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനി അമ്പലത്തിലൊന്ന് പോകണമെന്ന് വിചാരിക്കുന്നത്. ബാ ഇരിക്കേ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ്, പുട്ടും പഴവും. മട്ടയരി പുട്ടും ചെറിയ പഴം കിട്ടിയായിരുന്നു അവിടുന്ന്. അപ്പോൾ അതും ചായയും കുടിച്ചിട്ട് പോയിട്ട് വരാം. ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയപ്പോൾ സമയം എത്രയായി? ഇപ്പോൾ സമയം 11 മണിയായി. 11 മണിയായി. അമ്പലം അടച്ച് കാണത്തില്ലെന്ന് വിചാരിച്ച് പോവുക. ഏകാദശി വേന്ദ്രാവുന്ന സമയം. അടിയോ നമ്മുടെ നാട്ടിലാണെങ്കിൽ പിറന്നാൾ ദിവസം അമ്പലത്തിൽ പോയി വഴിപാട് കഴിക്കാന്നൊക്കെയുള്ളൊരു ചടങ്ങുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾക്ക് അടുത്തുള്ള ഒരു അമ്പലത്തിൽ വന്ന്, നാട്ടിലെ അമ്മ അവിടെ അടുത്ത അമ്പലത്തിൽ ഗണപതി ഹോമമൊക്കെ നടത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ അടുത്ത അമ്പലമുണ്ട്. രാവിലെ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയായതുകൊണ്ട് നമ്മൾ താമസിച്ചില്ല. അപ്പം വന്നപ്പോഴത്തേക്ക് തിരുമേനി ആണെങ്കിൽ അമ്പലമൊക്കെ അടച്ചായിരുന്നു. പണ്ഡിറ്റ്ജി അമ്പലമൊക്കെ അടച്ചായിരുന്നു. പിന്നെ പറഞ്ഞിട്ടൊക്കെ തുറന്നതാണ്. അങ്ങനെ പിന്നെ നമുക്ക് ഇപ്പുറത്ത് ഇവിടെ ഇങ്ങനത്തെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് സ്വന്തമായിട്ട് പൂജയൊക്കെ ചെയ്യാൻ പറ്റും. അവിടെ വേറെ കുറേ ആൾക്കാർ പൂജയൊക്കെ ചെയ്യും. പ്രസാദം തന്നെ നമുക്കും കിട്ടി. പ്രസാദം അങ്കിത്തിനും അവിക്കും ബനാന കിട്ടി, എനിക്ക് അമരൂദ് കിട്ടി. നമ്മൾ വന്നപ്പോഴത്തേക്ക് അമ്പലം അടയ്ക്കാൻ തുടങ്ങിയായിരുന്നു. പിന്നെ ഹസ്ബൻഡ് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സംസാരിച്ചിട്ട് അങ്ങനെ പിന്നെ തുറന്നു അവർക്ക് രണ്ടുപേർക്കും ചരടൊക്കെ കെട്ടിക്കൊടുത്തു. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ചു വരും. പാല് കാണിക്ക്. നമ്മൾ പാല് വാങ്ങിച്ച് പാലും തൈരും വാങ്ങിച്ച് പായസം വെക്കാൻ, തൈര് പച്ചടി വെക്കാൻ. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാം. ഞങ്ങളങ്ങനെ അമ്പലത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തി. നമ്മൾ പ്രസാദം കൊണ്ട് മുട്ടായി കൊണ്ടുപോയായിരുന്നു അമ്പലത്തിൽ. അത് 2 എടുത്തിട്ട് ബാക്കി നമുക്ക് തിരിച്ചു തന്നു ഭഗവാൻ വെച്ചിട്ട്. അപ്പോൾ ഇനി നമ്മൾ പ്രസാദം കഴിക്കട്ടെ. അപ്പോൾ നമുക്ക് പായസം വെക്കാൻ വെച്ചതേ ഉള്ളൂ. 2 മണിയാവുന്നു. പായസം വെക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ചെന്നൈ മാളിൽ പോയപ്പോൾ പാലട മിക്സ് വാങ്ങിച്ചായിരുന്നു. അതാണ് പായസത്തിന് വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ തോരനായിട്ടുണ്ട്. പിന്നെ മോര് കറി, ഇഞ്ചി, ബീട്രൂട്ട് പച്ചടിക്കകത്ത് ഇച്ചിരി വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ സാമ്പാർ, പരിപ്പ്, ഇത്രയേ ഉള്ളൂ. പിന്നെ അവിയലും ചോറും. ചെറുതായിട്ട് അവർക്ക് ഇച്ചിരി പരിപ്പും പപ്പടവും പായസവും വെച്ച് കൊടുക്കണമെന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് കൂട്ടാനും കൂടെ വെച്ച്. പിന്നെ ഞാനിപ്പോൾ അഞ്ജലിയെ വിളിച്ച്, അഞ്ജലി പ്രഗ്നൻ്റ് ആണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച അഞ്ജലിയും കൂടെ വിളിച്ച് ചോറ് കൊടുക്കാമെന്ന്. വിളിച്ച് സമയം കിട്ടുന്നെങ്കിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. സമയം ഇപ്പോൾ എത്രയെന്ന് കാണിക്കാം. സമയം ഇപ്പം 2:10. പായസം
പായസം തിളച്ച് പറ്റുന്നതേ ഉള്ളൂ. ബാക്കിയെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നില്ല. അവർക്ക് അഞ്ജലിക്കും അമലിനും വേണ്ടി വെയിറ്റിങ്. അങ്കിത്തും അബിയും കൂടെ ഒരുമിച്ചിരുന്ന് ചെസ്സൊക്കെ കളിക്കുമായിരുന്നു. ഇപ്പം 11 എണീറ്റ് പോയപ്പോൾ പിന്നെ അങ്കിത്ത് തന്നെ ഇരുന്ന് ചെസ്സ് കളിക്കുമായിരുന്നു. അവർ അടുക്കള പോയി എന്തൊക്കെയായെന്നൊക്കെ നോക്കാൻ പോയി. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് അവർ വന്നു. അഞ്ജലി അമലും വന്ന് അവരെ അറിയാതിരിക്കും നമ്മൾ ഇവരുടെ വെഡിങ് ആനിവേഴ്സറിക്ക് പോയതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം നമ്മുടെ വീട്ടിൽ വന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം വന്നിട്ട് താമസിച്ച് 3 മണിയൊക്കെ ആയി വന്നപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇലയൊക്കെ നമ്മൾ ചെന്നൈ മാളിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 5 പേരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് അപ്പോൾ ഹസ്ബൻഡ് വീഡിയോ കോൾ ചെയ്ത് കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പിന്നെ അവർ വൈകുന്നേരം 4 മണിയായി പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്ക്. അപ്പോഴത്തേക്ക് അന്ന് ചെറിയ മഴയുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവർ അവരുടെ വീട്ടിലോട്ട് പോയി. പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ ട്യൂഷനൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ നമുക്ക് പണിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ വന്നപ്പോഴാണെങ്കിൽ പിള്ളേർക്ക് കുറച്ച് സ്നാക്സും ഒക്കെ ആയിട്ടായിരുന്നു വന്നത്. കുറച്ച് ഐറ്റംസും കൊണ്ടൊക്കെ ആയിരുന്നു വന്നത്. പിള്ളേരുടെ പിറന്നാളാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അതുകൊണ്ടായിരുന്നു വന്നത്. സമയം 4 മണിയായി. അഞ്ജലി അമലും ഇപ്പോൾ അങ്ങോട്ട് പോയതേ ഉള്ളൂ. അപ്പോൾ ഇനിയും കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. ഇനി രാത്രിത്തേക്ക് എന്തെങ്കിലുമൊക്കെ ആക്കണം. ഇന്ന് വൈകിട്ട് ട്യൂഷനില്ല. നമ്മൾ വൈകിട്ട് കോഫി ഇടാന്ന് വെച്ചാൽ കോഫി ഇട്ട് ചായ. അപ്പോൾ നമ്മൾ വൈകിട്ട് ചായ ഇട്ട് പിന്നെ ഒരു അരി വെള്ളത്തിട്ടുണ്ടായിരുന്നു. മറന്നു പോയി അരയ്ക്കാൻ. അപ്പോൾ ഇച്ചിരി ചോറും കൂടെ വെക്കാം ഇച്ചിരി ചോറ് അരയ്ക്കാൻ അരി ഇട്ടേക്കുന്നു. ഇപ്പം സമയം 7 മണിയായി. പിള്ളേർ ട്യൂഷൻ കഴിഞ്ഞ് പോകുന്ന സമയമായി. അപ്പോഴേ നമ്മൾ ചായ ഇട്ട് കുടിക്കുന്നതിന്. നമ്മളപ്പോൾ രാത്രിയിലെ ഫുഡൊക്കെ കഴിച്ച് രാത്രിയിലും ചോറ് തന്നെയായിരുന്നു. എൻ്റെ അബി ഇരുന്ന് പായസം കുടിക്കുന്നു. പായസം വേണമെന്ന് പറഞ്ഞ് ചൂടാക്കി കൊടുത്ത്. ഇപ്പം സമയം 10 മണിയാവുന്നുണ്ട്. 10 മണിയാവുന്നു. പിന്നെ നാളത്തേക്ക് അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. നാളെ സ്കൂളിൽ പോകണം. അപ്പം ഞാൻ വിചാരിച്ചു നാളെ പെട്ടെന്ന് ദോശയാക്കാമെന്ന് വിചാരിച്ചിട്ട് അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. ദോശ ഇഡലി വല്ലതും ആക്കിക്കൊണ്ട് പോകാം. രാവിലെ എണീറ്റ് ചപ്പാത്തി ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച്. അപ്പം നമ്മുടെ അങ്കിത്തിൻ്റെ അബിയുടെ പിറന്നാൾ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത്രയും ഉള്ളായിരുന്നു ഇന്നത്തെ ദിവസത്തെ വീഡിയോ. അപ്പോൾ അവരിനി കുറച്ച് എഴുതാനും പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ കാണുന്നവർ ഹൈപ്പും കൂടെ തരിക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.